എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ജാനകിക്കിട്ട് ഒരു പണി കൊടുക്കാനിട്ട് തക്കം പാർത്തിരിക്കുവായിരുന്നു അപർണ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ക്ഷേത്രത്തിൽ പൂജയുണ്ട്. അപർണയുടെയും അമലിന്റെ പേരിൽ പ്രത്യേക പൂജകളും വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ടെന്ന് സൂര്യനാരായണൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അപർണയ്ക്ക് സന്തോഷമായി. ജാനകിട്ടൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. ഈ സമയം ജാനകി വളരെയധികം സങ്കടത്തോട് കൂടിയിട്ടാണ് അകത്തേക്ക് കയറി പോണേ. താൻ കൊടുത്ത ചായ അച്ഛൻ കുടിച്ചില്ല, പകരം അപർണ കൊണ്ടേ കൊടുത്ത് കുടിച്ചു. അപ്പൊ തന്നോട് അത്രമാത്രം ദേഷ്യമുണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തേ. അങ്ങനെ സങ്കടപ്പെട്ട് അകത്തേക്ക് പോയി കഴിയുമ്പം അജയ് ഇങ്ങോട്ട് വന്നു. അജയ് വന്നിട്ടുണ്ട്, ഏട്ടത്തി എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയാം. എന്താ അജയ് നിനക്ക് സംസാരിക്കാനുള്ളത്? അത് നിരഞ്ജനയുടെ എന്റെ കല്യാണക്കാരിയോ എന്ന് പറയണേ. കല്യാണക്കാരിയോ? അതെ, ഏട്ടത്തെ എങ്ങനെയെങ്കിലും അച്ഛനോട് ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. അച്ഛനെ മാത്രമല്ല ഏട്ടനെയും പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നറിയാം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ജാനകി പറഞ്ഞു, ഇതെന്തു വിചാരിച്ചിട്ട് അജയ് ഇങ്ങനെയൊക്കെ പറയണേ? അതും എന്നോട് തന്നെ. അജയ് ഒരു തവണ ചെയ്ത എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ആ അന്ന് ചെയ്തതിന്റെ ബലം ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അജയ്ക്ക് കൂട്ടെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പോലും എന്നെ ഇപ്പം ഗവനിക്കുന്നില്ല, അറിയാവോ? അച്ഛൻ എന്നെ ഇപ്പൊ എന്റെ ശത്രുവിനെ പോലെ കാണുന്നേ. എല്ലാം നീ ഒറ്റയൊരുത്തം കാരണം. നീ തന്ന വാക്കിന്റെ പുറത്ത് നിന്നെ ഞാൻ വിശ്വസിച്ചു പോയി. അതിന്റെ പേരില് ഞാനും അഭിയേട്ടനും എത്രമാത്രം വേദനിച്ചെന്നറിയോ? ഈ വീട് വിട്ട് ഇറങ്ങാൻ വരെ ഞങ്ങൾ തയ്യാറായതാ. ഇനിയിപ്പം ഇത് കൂടുതൽ ഞാൻ എന്തെങ്കിലും പറയണോ അജയ്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും ഇനിയിപ്പം എന്റെ ഭാഗത്തുനിന്ന് നിനക്കൊരു ഇങ്ങനെ ഗ്രീൻ സിഗ്നൽ കിട്ടത്തില്ല അജയ്. കാരണം ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി പിന്നെ ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാവാനായിട്ട്. അല്ലെങ്കിലും ഇനിയിപ്പം നിന്നെ എന്ത് വിശ്വസിച്ച് നിന്റെ ഒപ്പം ഞാൻ നിൽക്കും. കാരണം കല്യാണ സമയത്ത് നീ എന്തേലും മുമ്പത്തെ പോലെ എന്തേലും കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ തന്നെ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നീ ചെയ്തോ അജയ്. ഇനി എന്നോട് ഈ കാര്യത്തിലൊരു അഭിപ്രായം ചോദിച്ചുകൊണ്ട് വരണമെന്ന് പറയാം. കേട്ടാ അജയ് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി ഏട്ടത്തി. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ക്ഷമിക്ക്. ഇനി എനിക്ക് ഒരിക്കലും അത് ആവർത്തിക്കാൻ പറ്റില്ല. അന്ന് നിരഞ്ജയുടെ കാര്യത്തില് അവൾക്ക് അങ്ങനെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാന്ന് പറയാം. പെട്ടെന്ന് ജാനകി പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അജയ്, നടക്കാനുള്ള കാര്യങ്ങൾ നടന്നു. ഇനിയിപ്പൊ നീ ഒരു കാര്യം ചെയ്യ, നീ തന്നെ നേരിട്ട് എന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി. നിന്റെ കാര്യത്തില് ഞാൻ ഇനി സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് കയറിപ്പോവാ. വല്ലാത്ത സങ്കടമായിപ്പോയി അജയ്ക്ക്. അജയ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ജാനകിയോട് സങ്കടങ്ങൾ പറഞ്ഞു കഴിയുമ്പം ജാനകിയടുത്ത് പോയി അച്ഛനോട് സംസാരിച്ച് അനുവാദം മേടിക്കുന്നൊക്കെ ഓർത്താ ഇരുന്നേ. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകടം പറഞ്ഞു. പക്ഷെ ജാനകി അതിനേക്കാളും വലിയ പ്രതിസന്ധിയില്ല. കാരണം അച്ഛനാണ് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള ജീവിതം? ഇത്രയും കാലമേ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ അച്ഛന്റെ കാര്യങ്ങളും ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന താനായിരുന്നു. ഇന്ന് വരെ ആരും ഒരു മറുത്തൊരു അക്ഷരം പറഞ്ഞിട്ടില്ല, മുത്തശ്ശി അല്ലാതെ. പക്ഷെ ആദ്യമായിട്ടാണ് അച്ഛൻ തന്റെ നിരക്ക് മുഖം തിരിക്കുന്നത്. ഇനിയിപ്പൊ ചായ വേണ്ടെങ്കിൽ അത് എടുത്തോണ്ട് പോയിക്കൊള്ളാൻ പറയായിരുന്നു. പക്ഷെ അതുപോലും പറഞ്ഞില്ല. അപർണ കൊണ്ടേ കൊടുത്ത ചായ കുടിക്കുകയും ചെയ്തു. സാരമില്ല, എപ്പോഴെങ്കിലും അച്ഛന്റെ തെറ്റിദ്ധാരണകൾ മാറുമായിരിക്കും. അല്ലെങ്കിൽ താനല്ലേ ഇവിടെ തെറ്റ് ചെയ്തേ. ഒരു കൂട്ടുകുടുംബമാണ്, എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യണമെന്ന് പണ്ടേ അഭിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ താൻ ആ വാക്ക് ലംഘിച്ചു. ആദ്യമേ അച്ഛനോടും ഈ വീട്ടിലുള്ള ഒരു സത്യങ്ങളൊക്കെ തുറന്നു പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. അങ്ങനെ സങ്കടത്തോട് കൂടിയിട്ടാണ് ജാനകി മുറിയിലേക്ക് ചെല്ലുന്നത്. ജാനകി മുറിയിലേക്ക് എന്നപ്പോ അഭി ചോദിച്ചു, എന്ത് പറ്റി ജാനകി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് പറയണ. എന്തോ കാര്യമായിട്ടുണ്ട്. ഒരു കാര്യമില്ല, നിന്റെ മുഖം വല്ലായിരിക്കില്ലല്ലോ. പിന്നീട് അച്ഛൻ ചായ കുടിക്കാത്ത കാര്യം അതൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അഭി പറഞ്ഞു, പോട്ടെ സാരമില്ല. അച്ഛന്റെ മനസ്സിൽ ദേഷ്യമുണ്ട്, അതൊക്കെ പതുക്കെ മാറിക്കോളും. എത്രയാന്ന് പറഞ്ഞാലും നിന്നെ ഒഴിവാക്കാനായിട്ട് അച്ഛന് സാധിക്കില്ല. പുറമെ അച്ഛൻ ഇങ്ങനെ ദേഷ്യം കാണിച്ചാലും അച്ഛന്റെ ഉള്ളിൽ ഇപ്പോഴും നീ തന്നെയാ. ഈ വന്നു കയറി അപർണയെക്കാളും കൂടുതൽ ഇഷ്ടം നിന്നെ തന്നെയാ. അതെനിക്ക് അറിയാവുന്ന കാര്യല്ലേ. ഇങ്ങനെ അഭിയും ജാനകി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് പ്രഭാവതി വരുന്നത്. പ്രഭാവതി വന്നിട്ട് പറഞ്ഞു, അത് മോനെ, ഇന്ന് പ്രത്യേക ഒരു പൂജ ഉണ്ട് ക്ഷേത്രത്തില്. അപ്പൊ എല്ലാരും പൂജയ്ക്ക് വേണ്ടി പോണെന്ന് പറയണം. ഇത് കേട്ടത് അഭി പെട്ടെന്ന് ചോദിച്ചു, എന്തിന്റെ പൂജ അമ്മേന്ന് ചോദിക്കാം. അല്ല, അച്ഛൻ ഒരു പൂജ കഴിപ്പിച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളും കാണും, പിന്നെ അപർണയുടെ വീട്ടുകാരും കാണും. അപ്പൊ രണ്ട് വീട്ടുകാരും കൂടി ചേർന്നൊരു പൂജ നടത്തുന്ന അമലിന്റെ അപർണയുടെ നല്ല ജീവിതത്തിന് വേണ്ടി നടത്തുന്ന പൂജ എന്ന് പറയണം. ഓ അങ്ങനെ, ശരി അമ്മയെന്ന് പറയാണ്. അതെ, നേരത്തെ തന്നെ റെഡി ആവണം. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാൻ വന്നാന്ന് പറയണം. പിന്നീട് ജാനകിയോട് പറഞ്ഞു, മോൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് ജാനകിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അപർണ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ തയ്യാറാക്കി. ജാനകി ഈ പൂജയ്ക്ക് ഒരു കാരണവശാലും അവള് വരില്ല. അവളിവിടെ ഇരിക്കണം. അവളിവിടെ ഇരുന്നാൽ മാത്രമേ ഈ പൂജ ഗംഭീരമായിട്ട് നടക്കത്തുള്ളൂ. എല്ലാ പൂജയ്ക്കും എല്ലാം മേൽനോട്ടം വഹിച്ച അച്ഛനൊപ്പം താനായിരിക്കണം എന്ന് അവിടെ നിൽക്കേണ്ട ആള്, അല്ലാതെ അവളല്ല. ജാനകി വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാകത്തില്ല. അപ്പൊ ഇവളെ ഇവിടെ മയക്കി കിടത്തണം, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. പിന്നീട് നേരെ അപർണ നളിനിയേച്ചിനെ വിളിക്കുകയാണ്. നളിനിയേച്ചിനെ വിളിച്ചിട്ട്, അതെ നളിനിയേച്ചി, ഇന്ന് കുറച്ച് പായസം ഉണ്ടാക്കണം എന്ന് പറയാം. പായസം ഉണ്ടാക്കണം? അതെന്തിനാ മോളെ?
അല്ല ക്ഷേത്രത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ അല്ലേ നടക്കണേ, അപ്പൊ അതുകൊണ്ട് ഒരു പായസം ഉണ്ടാക്കണം എന്ന് പറയാ. അല്ല മോളെ, അതിന് ക്ഷേത്രത്തില് ഇന്ന് പായസം കാണൂല, പൂജകളൊക്കെ നടക്കുന്ന സമയത്ത് പായസമൊക്കെ കാണൂല എന്ന് പറയണേ. ആ പായസമല്ല, ഇവിടെ ഒരു പ്രത്യേക പായസം ഉണ്ടാക്കണം, ഒരു സേമിയ പായസം ഉണ്ടാക്കണം എന്ന് പറയാ. ഇത് കേട്ടെന്ന് നള്ളിയേച്ചോട് ശരി ഞാൻ ഉണ്ടാക്കാൻ പോളെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ്. അങ്ങനെ നള്ളിയേച്ച് പായസമൊക്കെ ഉണ്ടാക്കി. പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നള്ളിയേച്ച് വന്നിട്ട് പറഞ്ഞു, അത് മോളെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യും, നള്ളിയേച്ച് ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് പായസം കൊണ്ടുവരാൻ പറയാണ്. അങ്ങനെ നല്ലി പായസം കൊണ്ടുവന്നിട്ട് അപർണ എന്ത് ചെയ്യണം, അതിനകത്തേക്ക് ഒരു ഇത് കൂടി മയക്കുമരുന്ന് കുറച്ചും കൂടി കലക്കി വെക്കുവാണ്. കലക്കി അതിനകത്തേക്ക് ചേർത്ത് വെച്ചു. എന്താ മോളെ ഇതെന്താ കാണിക്കണേന്ന് ചോദിക്കുക. ഇത് ആ ജാനകിട്ടുള്ള പണിയാ, അവളൊന്നും ഒരു കാരണവശാലും പൂജയെ പങ്കെടുക്കല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള പണിയാ. ഒരു കാര്യം ചെയ്യണം ചേച്ചി, ഈ ഗ്ലാസ് മാത്രം മാറ്റി വെക്കണം. ഈ ഗ്ലാസ് ആർക്ക് കൊടുക്കാനുള്ളതെന്ന് അറിയാവോ? ഇത് ജാനകിക്ക് കൊടുക്കാനുള്ളതാ. ഈ ഗ്ലാസ് മറ്റു ഗ്ലാസ്സിനോടൊപ്പം ഒരിക്കലും വെക്കലെന്ന് പറയാം. ശരി മോളെ, ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു. അറിയാലോ, നമുക്ക് ഒരിടത്തൊരു ഫോൾട്ട് പറ്റിപ്പോയാ കരുത്, വേറെ ആരും ഇത് കുടിക്കാൻ ഇടവരില്ലെന്ന് പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് നളിനേച്ചി അങ്ങോട്ട് പോവാണ്. പിന്നീട് പുള്ളിക്കാരത്തി എന്ത് ചെയ്യുക, ഒരു പാത്രത്തിനകത്തേക്ക് പായസം എല്ലാം മാറ്റിയിട്ട് എല്ലാം അത് സെറ്റ് ചെയ്ത് വെക്കുവാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു, ഓരോ ഗ്ലാസ്സിനകത്ത് നിറച്ചു വെച്ചു. പക്ഷേങ്കിൽ ആ മയക്കുമരുന്ന് എടുത്ത ആ ഗ്ലാസും മാത്രം മാറ്റി വെച്ചു. പിന്നീട് അതെല്ലാം കൊണ്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുവരുവാണ്. അങ്ങനെ ഓരോരുത്തർക്കും പായസം കൊടുക്കാനായിട്ട് കൊണ്ടുവന്നു. ഈ സമയത്താണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശി ആഹാ പായസമുള്ളോ, കൊള്ളാലെന്ന് പറയണം. മുത്തശ്ശിക്ക് പണ്ടേ തൊട്ട് മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആണല്ലോ. ആഹാ എനിക്കും വേണമെന്ന് പറയണം. ഇങ്ങതാ ഞാൻ ഇത് കൊണ്ടേ കൊടുക്കാന്ന് പറയണം. അല്ല മുത്തശ്ശി ഞാൻ കൊണ്ടേ കൊടുത്താളാ, നീ കൊടുക്കണ്ട, എനിക്ക് കൊണ്ടേ കൊടുക്കാൻ അറിയാന്ന് പറയണം. അപ്പോഴാണ് അവിടെ ഒരു പായസം കൂടെ ഇരിക്കുന്നുണ്ട്. ഇതെന്താ ഈ പായസം ഇവിടെ വെച്ചേക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അതും കൂടെ അതിന്റെ കൂടെ അങ്ങോട്ട് എടുത്തു വെച്ചു. നള്ളിക്ക് ഒന്നും പറയാൻ പോലും പറ്റിയില്ല. അതിനിപ്പുറം മുത്തശ്ശി ആ പായസം കൂടെ അങ്ങോട്ട് പോവാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ആകെപ്പാടെ പെട്ടുപോയല്ലോ. ആ പായസം ആർക്കാ കിട്ടുന്നത് പോലും പറയാൻ പറ്റില്ല. പിന്നീട് കാണിക്കുന്ന അപർണ ഭയങ്കര സന്തോഷത്തോടെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞിട്ട് റെഡിയാവുകയാണ്. ഇന്നത്തോടുകൂടി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അവൾ ഒരു കാരണവശാലും ഈ പൂജയ്ക്ക് പങ്കെടുക്കില്ല. അങ്ങനെ സന്തോഷത്തോടെ റെഡിയായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നളിനേച്ചി അങ്ങോട്ട് വരുന്നത്. നളിനേച്ചി വന്നിട്ട് ഒരു മോളെ ആകെപ്പാടെ പ്രശ്നമോ എന്ന് പറയണേ. അല്ല എന്ത് പ്രശ്നം? അത് പായസം മാറിപ്പോയെന്ന് പറയാം. മാറിപ്പോയോ? ഇതെന്തൊക്കെയാ നളിനേച്ചി പറയണേ? അത് മോളെ, ഞാൻ പായസം അവിടെ കൊടുക്കാനായിട്ട് കൊണ്ടുപോയതാ. ഈ സമയം മുത്തശ്ശി ഒന്ന് പായസം വാങ്ങിച്ചോണ്ട് പോയി. ആകെപ്പാടെ പ്രശ്നമായി. ഇനിയിപ്പൊ ആർക്കും അത് കിട്ടിയിട്ടുണ്ടായിരിക്കില്ലെന്ന് അറിയത്തില്ലെന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഓടി വരുവാണ്. ഓടി വന്ന് നോക്കിക്കഴിയുമ്പോ എല്ലാരും പായസം കുടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോ ആർക്കാ കിട്ടിയെന്നും അറിയത്തില്ല. ജാനകിയും പായസം കുടിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇവൾക്കാണോ കിട്ടിയത്, അതിനി മറ്റാർക്കെങ്കിലും ആണോ? നല്ലേച്ചൊരു കാര്യം ചെയ്യാം, ആരോടും ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയില്ല. നമുക്കൊന്നും അറിയത്തില്ല. പറഞ്ഞു കേട്ടല്ലോ, ഇത് ആർക്കാ കിട്ടുന്നതെന്ന് അറിയത്തില്ല. ആർക്ക് കിട്ടിയാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവര് മയങ്ങി വീണോളൂ എന്ന് പറയാം. ശരി, ഒരു കാര്യം ചെയ്യാം, മോളും എന്നെ ഒറ്റിക്കൊടുക്കൽ അറിയാലോ. എന്റെ പിടിച്ചെടുപ്പ് ഇവിടെ മാത്രമാണ്. എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, വേറെ ജോലിയും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയണം. നല്ലേച്ച അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നല്ലേച്ചയുടെ കാര്യത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം. പിന്നീട് അപർണ അങ്ങോട്ട് പോവാണ്. കുറച്ച് സമയം കഴിയും പ്രഭാവതി എന്നിട്ട് ചോദിച്ചു, അല്ല ഇതന്നെ എല്ലാവരും റെഡിയായില്ലേ, എന്നാ ഇറങ്ങിയാലോ, നേരത്തെ തന്നെ എത്തണമെന്ന് പറയണം. അങ്ങനെ എല്ലാരും കൂടെ ഇറങ്ങുവാണ്. ഈ സമയത്ത് ജാനകി വന്നിട്ട് അബിയോട് പറഞ്ഞാൽ, അബിയേട്ട ഞാൻ വന്നേക്കാം, പൊന്നിനെ കൂടി നിങ്ങൾ പൊക്കോളാൻ പറയണം. ശരിയെന്നും പറഞ്ഞിട്ട് അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയി പൂജ തുടങ്ങി. ഈ സമയത്ത് ജാനകി എത്തിയിരുന്നില്ല. അപ്പൊ അപർണ ഓർത്തു, ജാനകി പെട്ടു. ജാനകി എന്താണെങ്കിലും മയക്കുമരുന്ന് കളിക്കാൻ പായസം കുടിച്ച് അവള് ബോധം കിട്ട അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. പൂജകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും അവൾക്ക് ബോധം വരത്തില്ല. അവളുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാം. വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും വീട്ടില്. കണ്ടോ അവളുടെ കള്ളക്കളികളൊക്കെ. അവള് മയക്കുമരുന്ന് അടിമയെന്നൊക്കെ താൻ വരുത്തി തീർക്കണം. അങ്ങനെ പല ചിന്തകളും ഉണ്ടായിരുന്നു അപർണയുടെ മനസ്സിൽ. അങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. ഈ സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത്. ജാനകിനെ കണ്ടു ഒരു നിമിഷം അപർണ ഞെട്ടിപ്പോയി. ജാനകി വന്നല്ലോ, അപ്പൊ പിന്നെ ഞാൻ പായസം കുടിച്ചാരാ? ബാക്കി എല്ലാരും അവിടെ ഉണ്ട്, ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ എന്തായിരിക്കും സംഭവിച്ചത്? ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ജാനകി ഒന്ന് അബിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല അബിയേട്ടാ പൊന്നു എന്തേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും അബിയോട്, നല്ല പൊന്നു നിന്റെ കൂടെ അല്ലേ? ഞാൻ അടുത്ത് നിന്റെ കൂടെ ആയിരിക്കും, നീ വരുന്ന കൊടുത്ത് പൊന്നു വരുമെന്ന് വിചാരിച്ചു. ഇല്ല അബിയേട്ടാ, എന്റെ കൂടെ പൊന്നു ഇല്ലായിരുന്നു പറയണം. നീ എന്താ ജാനകി പറയണേന്ന് ചോദിക്കാം. അത് അബിയേട്ടാ പൊന്നു എന്റെ കൂടെ ഇല്ലായിരുന്നു പറയണം. ഇത് കേട്ടതും അബി ഞെട്ടിപ്പോയി. പെട്ടെന്ന് ജാനകി ഓടുവാണെങ്കിൽ വീട്ടിലെവിടെയെങ്കിലും ഉണ്ടോ എന്താന്ന് അറിയത്തില്ല എന്ന് ഓർത്തിട്ട് ജാനകി പെട്ടെന്ന് പോവാ. എല്ലാവർക്കും ആകെപ്പാടെ പരിഭ്രമമായി. പൊന്നുവിന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അപർണയും ഞെട്ടി. ഇനിയിപ്പോ പൊന്നുവിനായിരിക്കും പായസം കിട്ടിയിട്ടുണ്ടായിരിക്കുക. ദൈവമേ, അങ്ങനെയെങ്ങാനും ആണെങ്കിൽ എന്തായിരിക്കും കുഞ്ഞിന്റെ അവസ്ഥ? ആ ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. പെട്ടെന്ന് ജാനകി എല്ലാരും കൂടെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോ പൊന്നു ഒരു മുറിക്കകത്ത് മയങ്ങി കിടക്കുന്നതാണ് കണ്ടത്. പെട്ടെന്ന് തന്നെ പൊന്നുവിനെ എടുത്ത് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെന്ന് പൊന്നിന്റെ കണ്ടീഷൻ ഇച്ചിരി ക്രിട്ടിക്കലായിരുന്നു. പൊന്നിനെ പെട്ടെന്ന് തന്നെ ഐസിയുലേക്ക് കയറ്റുക. ഈ സമയം അബിയും ജാനകിയെല്ലാം പൊട്ടിക്കരഞ്ഞവിടെ നിൽക്കുക. എന്താ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല.
അങ്ങനെ കുറെ സമയത്തെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതെ കൊച്ചിന്റെ ഉള്ളില് എന്തോ മയക്കുമരുന്നോ മയക്കുപൊടിയോ അങ്ങനെ എന്തോ ഒരു സംശയം, ഒരു സംഭവം പൊന്നുവിന്റെ വയറ്റിൽ ചെന്നിട്ടുണ്ടെന്ന് പറയണം. അപ്പൊ അതിന്റെയാണ് കുറച്ച് ക്രിട്ടിക്കലാന്ന് പറയാ. ഇത് കേട്ട് ഒരു നിമിഷം ഞെട്ടിത്തിരിച്ച് നിൽക്കും എല്ലാരും. കാരണം ആർക്കും എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. പൊന്നുവിന് അത് എങ്ങനെ കിട്ടിയെന്ന് പോലും മനസ്സിലായില്ല. ഈ സമയത്ത് അപർണയ്ക്ക് ഒരു കാര്യം ഉറപ്പായി, തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഒരുപക്ഷെ ഒരു ചോദ്യം അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പിടികൂടുവോ. ഇത്രയും കാലം ഉണ്ടാകാത്ത സംഭവങ്ങളൊക്കെയല്ലേ അളകാപരിയും നടക്കുന്നേ. അപ്പൊ പുതിയതായിട്ട് വന്ന് താനല്ലേ ഉള്ളൂ. അപ്പൊ തന്റെ മേലിൽ സംശയം വീഴുവോന്നെടുത്ത് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അപർണ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.